സെപ്റ്റംബർ 29. രാത്രി 12 മണിക്ക് അല്പം മുമ്പ് ഞങ്ങൾ 3 പേരും, ആർതർ, ക്വിൻസി, ഞാൻ, പ്രൊഫസറുടെ അരികിലെത്തി. ഞങ്ങൾ മൂവരും കറുപ്പ് വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. 1 മണിയോടെ ഞങ്ങൾ പള്ളിവളപ്പിലെത്തി. മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നും ഒളിച്ചാണ് ഞങ്ങൾ നടന്നത്. കുഴിവെട്ടുകാരനും കൂടി പുറത്തുപോയി. കാവൽക്കാരൻ പടിവാതിൽ അടച്ചുപൂട്ടിയപ്പോൾ ഞങ്ങൾ അകത്ത് തനിച്ചായി. ചെറിയ ബാഗിനു പകരം ഇന്ന് വാൻ ഹെൽസിങ്ങിൻ്റെ കൈവശമുള്ളത് സാമാന്യം വലിയ ഒരു തുകൽ ബാഗാണ്. അതിന് ഒരുവിധം കനവുമുണ്ട്. ഞങ്ങൾ നിശബ്ദരായി പ്രൊഫസറെ അനുഗമിച്ച് കുഴിമാടത്തിനരികെ എത്തി. അദ്ദേഹം വാതിൽ തുറന്നു. ഞങ്ങൾ അകത്ത് കടന്ന് വാതിൽ ഭദ്രമായി അടച്ചു. അദ്ദേഹം വിളക്ക് കൊളുത്തി. വേറെ 2 മെഴുകുതിരികൾ കൊളുത്തി അരികെയുള്ള 2 ശവപ്പെട്ടികളിന്മേൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. ഇപ്പോൾ അവിടെ നല്ല വെളിച്ചമുണ്ട്. വാൻ ഹെൽസിംഗ് വീണ്ടും ശവപ്പെട്ടി തുറന്നു. ഞങ്ങൾ ഏവരും എത്തി നോക്കി. ആർതർ അരയാലില പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ലൂസി അതിൽ കിടക്കുന്നു. അവൾ കൂടുതൽ ഹൃദയഹാരിണിയായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ തരിമ്പും സ്നേഹം ബാക്കിയുണ്ടായിരുന്നില്ല. ലൂസിയുടെ ആത്മാവില്ലാതെ അവളുടെ രൂപം മാത്രം കൈക്കൊണ്ടിട്ടുള്ള ആ ശപിക്കപ്പെട്ട വസ്തുവിനോട് എനിക്ക് അടങ്ങാത്ത വെറുപ്പ് മാത്രമേ തോന്നിയുള്ളൂ. ആർതറുടെ മുഖത്തുപോലും ഒരു ഭാവഭേദം ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം വാൻ ഹെൽസിങ്ങിനോട് പറഞ്ഞു, ഇത് ലൂസിയുടെ ദേഹം തന്നെയാണോ, അതോ അവളുടെ രൂപം ധരിച്ചൊരു പിശാചോ? ഇത് അവളുടെ ദേഹം തന്നെ, പക്ഷേ അല്ലതാനും. ഒരു നിമിഷം ക്ഷമിക്കൂ. അവളുടെ യഥാർത്ഥ രൂപം നിങ്ങൾക്ക് കാണാം. ഒരു ഭയങ്കരമായ പേടിസ്വപ്നം പോലെ അവൾ കിടക്കുന്നു. നീണ്ട് കൂർത്ത ആ പല്ലുകൾ, രക്തപങ്കിലവും പീപാസാർത്ഥവുമായ ചുണ്ടുകൾ. ഓഹ്, അത് കണ്ടാൽ തന്നെ ആരും ഞെട്ടിപ്പോകും. ആ പൈശാചികമായ ആകാരമാകെ തന്നെ ലൂസിയുടെ സ്നിഗ്ധമധുരമായ നിഷ്കളങ്കതയുടെ നിഷ്ഠൂരമായ ഹാസ്യചിത്രം പോലെ തോന്നി. വാൻ ഹെൽസിംഗ് തൻ്റെ ബാഗിൽ നിന്ന് ഇരുമ്പുവടികൾ, ചെറിയ വിളക്ക്, ഓപ്പറേഷൻ കത്തികൾ, ചെത്തിക്കൂർപ്പിച്ച മരം കൊണ്ടുള്ളൊരു കുന്തം, ഒരു വലിയ ചുറ്റിക തുടങ്ങി ഓരോന്നോരോന്നായി എല്ലാം എടുത്ത് പുറത്തൊരുക്കി വെച്ചു. ആരും ഒന്നും ശബ്ദിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാം ഒരുക്കി കഴിഞ്ഞപ്പോൾ വാൻ ഹെൽസിംഗ് പറഞ്ഞു, ആരംഭിക്കുന്നതിന് മുമ്പായി ഞാൻ പറയട്ടെ, രക്തരക്ഷസതകളുടെ ശക്തിയെപ്പറ്റി പൂർവികന്മാർ പഠിച്ചിട്ടുള്ളതിനെല്ലാം അതീതമാണിത്. രക്തരക്ഷസോ രക്തയക്ഷിയോ ആയിത്തീരുമ്പോൾ ആ മാറ്റത്തോടെ തന്നെ അവരിൽ അതിനിന്ദ്യമായ സദാചാര ലോപവും വന്നുചേരുന്നു. അവർക്ക് മരണമില്ല. തങ്ങളുടേതായ ശപിക്കപ്പെട്ട ലോകത്തിൽ പുതിയ പുതിയ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ട് അവർ യുഗങ്ങളോളം ജീവിക്കുന്നു. രക്ഷസുകൾ ചോര കുടിച്ച് മരിക്കുന്നവരും രക്ഷസുകളായിത്തീരും. പിന്നീട് അവരും തങ്ങളുടെ ഇരകളെ അന്വേഷിച്ചിറങ്ങുകയായി. ആ വലയം അങ്ങനെ എന്നുമെന്നും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആർതർ, എൻ്റെ സുഹൃത്തെ, അന്ന് ലൂസി മരിക്കുന്നതിന് മുമ്പ് താങ്കൾ അവളെ ചുംബിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്നലെ രാത്രി അവൾ കൈനീട്ടിയപ്പോൾ താങ്കൾ അവളെ പുണർന്നിരുന്നെങ്കിൽ, മരിച്ചു കഴിഞ്ഞാൽ താങ്കളും ഒരു രക്ഷസായി തീരുമായിരുന്നു. ഈ നിർഭാഗ്യയായ പെൺകിടാവിൻ്റെ പ്രേത ജീവിതം ഇപ്പോൾ സമാരംഭിച്ചിട്ടേയുള്ളൂ. ഇവൾ രക്തം കുടിച്ചിട്ടുള്ള ആ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ അപകടകരമായ വിധത്തിൽ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവൾ പ്രേതമായി തന്നെ ജീവിക്കുകയാണെങ്കിൽ തൻ്റെ കരുത്തുപയോഗിച്ച് ഇവൾ അവരെ തൻ്റെ അരികിലേക്ക് വരുത്തി അവരുടെ രക്തം കുടിക്കും. പക്ഷേ ഇവൾ യഥാർത്ഥത്തിൽ മരിക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പങ്ങളൊന്നുമില്ല. അവരുടെ തൊണ്ടയിലെ കൊച്ചു മുറിവുകൾ ക്രമേണ ഉണങ്ങിക്കൊള്ളും. ഈ പ്രേതത്തിനെ നാം ഇപ്പോൾ ശരിക്കും കൊല്ലുകയാണെങ്കിൽ ലൂസിയുടെ ആത്മാവിന് മോക്ഷം കിട്ടും. അവളും സ്വർഗത്തിൽ മറ്റുള്ള മാലാഖമാരുടെ കൂട്ടത്തിലേക്ക് ഉയർത്തപ്പെടും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവളുടെ ദേഹത്തിൽ ആദ്യത്തെ അടിയേൽപ്പിക്കുന്ന കൈ അവളെ അനുഗ്രഹിക്കുന്ന കൈയായിരിക്കും. ഞാൻ അതിന് തയ്യാറാണ്. പക്ഷേ നമ്മുടെ ഈ കൂട്ടത്തിൽ അതിന് കൂടുതൽ അർഹതയുള്ള കൈകളില്ലേ? അതിനുശേഷം നിശാനിശബ്ദതയുടെ മടിയിൽ കൈയും വെച്ച് കിടന്നുറങ്ങുമ്പോൾ, ഹാ, എൻ്റെ ഈ കൈകളാണ് അവളെ ഒരു മാലാഖയാക്കിയത്. ഈ കൈകളാണ് അവളെ ഏറ്റവും അധികം സ്നേഹിച്ചത്. ഈ കൈകൾ തന്നെയായിരിക്കും ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ അവൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക എന്ന് കരുതുവാൻ ആരുമില്ലേ? പറയൂ. ഞങ്ങൾ ഏവരും ആർതറുടെ നേരെ നോക്കി. ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് അദ്ദേഹവും കണ്ടു. അവൾക്ക് മോക്ഷം കൊടുക്കുന്നത് ആരുടെ കൈയായിരിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി.
ആ മുഖം വിളറി, കൈകൾ വിറച്ചു. എങ്കിലും അദ്ദേഹം ധൈര്യം അവലംബിച്ച് മുന്നോട്ട് വന്നു പറഞ്ഞു, എൻ്റെ ആത്മാർത്ഥ സുഹൃത്തേ, എൻ്റെ തകർന്ന ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഞാൻ അങ്ങയോട് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പറയൂ, ഞാൻ എന്തു ചെയ്യണം? ഞാൻ ഒട്ടും മടിക്കുകയില്ല. വാൻ ഹെൽസിംഗ് അദ്ദേഹത്തിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ധീരനായ കുഞ്ഞേ, ഒരു നിമിഷ നേരത്തെ ധൈര്യം അത്രയേ വേണ്ടൂ. ഈ കുന്തം അവളുടെ ദേഹത്തിൽ കുത്തിയിറക്കുക. താങ്കളുടെ ദുഃഖം എന്നേക്കുമായി അവസാനിക്കും. കൈവിറക്കരുത്. ഒന്നു മാത്രം ഓർത്തോളൂ, താങ്കളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളായ ഞങ്ങളൊക്കെ ചുറ്റും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പറയൂ, ആർതർ ഉറച്ച സ്വരത്തിൽ തുടർന്നു, ഞാൻ എന്തു വേണം? ഈ കുന്തം ഇടതു കൈയിൽ എടുത്തോളൂ. ഇത് ഹൃദയത്തിൻ്റെ നേരെ മുകളിലായി ഊന്നിപ്പിടിക്കണം. ഈ ചുറ്റിക വലത് കൈയിലെടുക്കൂ. ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാനത് വായിക്കാം. മറ്റുള്ളവർ അത് ഏറ്റുപാടുകയും ചെയ്യും. അപ്പോൾ ഈ കുന്തം ഈശ്വരനെ വിചാരിച്ച് ശരിയായി അടിച്ചിറക്കിക്കോളൂ. രക്ഷസ് നശിക്കും. അവളുടെ ആത്മാവിനെ മോക്ഷം കിട്ടുകയും ചെയ്യും. ആർതർ ചുറ്റികയും കുന്തവും കയ്യിലെടുത്തു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ വിറച്ചില്ല. വാൻ ഹെൽസിംഗ് ബൈബിൾ നിവർത്തി വായിച്ചു. ഞാനും ക്വിൻസിയും ഏറ്റുപാടി. ആർതർ കുന്തം മാറിൽ ഹൃദയത്തിന് നേരെ മുകളിലായി വെച്ചു. പിന്നീട് അദ്ദേഹം തൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ആഞ്ഞടിച്ചു. ശവപ്പെട്ടിയിലെ ദേഹം ആകെ കിടന്ന് പിടഞ്ഞു. ചുവന്ന ചുണ്ടിലൂടെ രക്തപങ്കിലമായ പതയൂർന്നൊഴുകി. അവളുടെ ദേഹം അപ്പോഴും ശക്തിയായി പിടച്ചുകൊണ്ടിരുന്നു. കൂർത്തു വളഞ്ഞ ദംഷ്ട്രകൾ കൂട്ടിക്കടിച്ചു. ആ ചുണ്ടുകൾ മുറിപ്പെട്ടു. വായിൽ വെളുത്തു പതഞ്ഞ നുര നിറഞ്ഞു. പക്ഷേ ആർതർ കുലുങ്ങിയതേയില്ല. അദ്ദേഹത്തിൻ്റെ ബലിഷ്ഠമായ കൈ ഉയർന്നും താഴ്ന്നും കൊണ്ടേയിരുന്നു. ആ കുന്തം ഹൃദയത്തിലേക്ക് ആഴ്ന്നാഴ്ന്നിറങ്ങി. ചീന്തിപ്പൊളിഞ്ഞ ഹൃദയത്തിൽ നിന്ന് രക്തം ചീറിയൊഴുകി. ഞങ്ങളുടെ ശബ്ദം അവിടെ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. ക്രമേണ ദേഹത്തിൻ്റെ പിടച്ചിൽ കുറഞ്ഞു വന്നു. ദംഷ്ട്രകൾ തമ്മിൽ കോർത്ത് മുഖം ചുളിഞ്ഞു. ഒടുവിൽ അത് അനങ്ങാതായി. ആ ഭീകരമായ ജോലി അവസാനിച്ചു. ആർതറുടെ കയ്യിൽ നിന്ന് ചുറ്റിക താഴെ വീണു. ഞങ്ങൾ അദ്ദേഹത്തെ താങ്ങി. ഇല്ലെങ്കിൽ അദ്ദേഹം താഴെ വീഴുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ ഉതിർന്നു വീണു. മാറിടം കിതപ്പുകൊണ്ട് ഉയർന്നമർന്നു. അദ്ദേഹം ആകെ തളർന്നു കഴിഞ്ഞിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ പരിചരിക്കാനിരുന്നതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് ശവപ്പെട്ടിയിലേക്ക് നോക്കാൻ തന്നെ തരപ്പെട്ടില്ല. ഒടുവിൽ ഞങ്ങൾ അങ്ങോട്ട് നോക്കിയപ്പോൾ ഓരോരുത്തരും വിസ്മയം കൊണ്ട് മിഴിച്ചുപോയി. ആർതർ കുറച്ചകലെ നിലത്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ വിസ്മയം കണ്ടപ്പോൾ അദ്ദേഹവും എഴുന്നേറ്റ് വന്നു. ശവപ്പെട്ടിയിലേക്ക് നോക്കിയപ്പോൾ ആർതറുടെ മുഖത്തും സന്തോഷം അലയടിച്ചു. ആ മുഖത്തുണ്ടായിരുന്ന ഭീതിയുടെ കരിനിഴൽ തീരെ മാഞ്ഞുപോയി. ഇപ്പോൾ ശവപ്പെട്ടിയിലുള്ളത് ഞങ്ങൾ ഏറ്റവും അധികം വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്ത ആ ഭീകരസത്വമല്ല. ജീവിതകാലത്തുണ്ടായിരുന്ന മധുരോദാരതയും നിഷ്കളങ്കതയും എല്ലാം മുഖത്തുജ്വലിക്കുന്ന ലൂസിയുടെ ദേഹമാണ്. ആ മുഖത്ത് ദൈന്യവും വേദനയും സ്ഫുരിച്ചിരുന്നുവെന്നത് പരമാർത്ഥമാണ്. പക്ഷേ അതാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതവളുടെ യഥാർത്ഥ മുഖമാണ്. ആ മുഖത്ത് കളിയാടിയിരുന്ന ദിവ്യമായ ശാന്തത ലോകത്തിലെ നിത്യതയുടെ അടയാളമാണെന്ന് തോന്നി. വാൻ ഹെൽസിംഗ് ആർതറുടെ അരികിലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ആർതർ, എൻ്റെ പ്രിയമുള്ള സുഹൃത്തേ, ഇനി എനിക്ക് മാപ്പ് തന്നുകൂടെ? ആർതറുടെ മുഖം വിവർണമായി. പ്രൊഫസറുടെ കൈ പിടിച്ച് ചുണ്ടോടടുപ്പിച്ച് ചുംബിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മാപ്പ്. എൻ്റെ ഓമനയുടെ ആത്മാവിന് അങ്ങ് മോക്ഷം നൽകിയിരിക്കുന്നു. എനിക്ക് സമാധാനവും. അങ്ങയെ ദൈവം അനുഗ്രഹിക്കും. അദ്ദേഹം പ്രൊഫസറുടെ ചുമലിലൂടെ കൈയിട്ട് പിടിച്ച് ആ മാറിടത്തിൽ തലചായ്ച്ച് നിന്ന് തേങ്ങിക്കരഞ്ഞു. ഞങ്ങൾ അനങ്ങാതെ നിന്നു. അദ്ദേഹം തലയുയർത്തിയപ്പോൾ പ്രൊഫസർ തുടർന്നു, ഇനി എൻ്റെ കുഞ്ഞെ, അവളെ ചുംബിച്ചോളൂ. അതൃപ്തി തോന്നുന്നില്ലെങ്കിൽ അവളുടെ നിർജീവമായ ചുണ്ടുകളിൽ ചുംബിക്കൂ. ഇപ്പോൾ അവളൊരു പിശാചല്ല. അവളിനി ഒരു യക്ഷിയല്ല. അവളിനി ഒരിക്കലും ചോര കുടിക്കാൻ രാവുകൾ തോറും അലഞ്ഞ് നടക്കില്ല. അവൾ ശരിക്കും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവളുടെ ആത്മാവ് ഇപ്പോൾ ഈശ്വരൻ്റെ മടിയിൽ വിശ്രമിക്കുകയാണ്. ആർതർ കുനിഞ്ഞ് അവളെ ചുംബിച്ചു. ക്വിൻസിയെയും കൂട്ടി അദ്ദേഹത്തെ കുഴിമാടത്തിൻ്റെ പുറത്തേക്ക് അയച്ചു. ഹെൽസിംഗ് ആ കുന്തത്തിൻ്റെ പുറത്തേക്ക് നിന്നിരുന്ന ഭാഗം മുറിച്ചു കളഞ്ഞു. പിന്നീട് ഞങ്ങൾ അവളുടെ ശിരസ് ഛേദിച്ചു കളഞ്ഞു. വായിൽ വെള്ളുള്ളിപ്പൂക്കൾ നിറച്ചു. പെട്ടി ആദ്യം ഈയ മൂടി കൊണ്ട് അടച്ചു. പിന്നീട് മറ്റേ മൂടിയെടുത്ത് ആണി വെച്ചു.
ഞങ്ങൾ പുറത്തു കടന്ന് വാതിലടച്ചു പൂട്ടിയ ശേഷം പ്രൊഫസർ താക്കോൽ ആർദറെ ഏൽപ്പിച്ചു. നേരം പുലർന്നു കഴിഞ്ഞിരുന്നു. ഞങ്ങൾക്കേവർക്കും ശരിയായ സമാധാനവും സന്തോഷവും തോന്നി. വാൻ ഹെൽസിംഗ് പറഞ്ഞു, സുഹൃത്തുക്കളെ, നമ്മുടെ ഭയാനകമായ ജോലിയുടെ ആദ്യത്തെ പടി കടന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ സിംഹഭാഗവും ചെയ്തു തീർക്കാനിരിക്കുന്നതേയുള്ളൂ. നമ്മെ ഇത്രയധികം വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത ദുരന്തത്തിൻ്റെ കർത്താവിനെ കണ്ടുപിടിച്ച് അവനെ നശിപ്പിക്കണം. നാം ഏതു വഴിക്കാണ് പുരോഗമിക്കേണ്ടതെന്നതിനെക്കുറിച്ച് ചില സൂചനകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് അതിദീർഘകാലം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ശ്രമാവഹമായൊരു ജോലിയാണ്. അപകടം നിറഞ്ഞതാണ്, വേദനാജനകവുമാണ്. നിങ്ങൾ എന്നെ സഹായിക്കുകയില്ലേ? നാം എല്ലാം ഇപ്പോൾ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട്, വിശ്വസിക്കുകയും ചെയ്യുന്നു, ഇല്ലേ? അങ്ങനെയിരിക്കെ അത് നമ്മുടെ കടമയല്ലേ? അതെ, ഇതിൻ്റെ അവസാനം വരെ പോകാൻ നാം ബാധ്യസ്ഥരുമല്ലേ? ഞങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിന് കൈകൊടുത്തു. ശപഥം ആവർത്തിച്ചു. പിന്നീട് ഞങ്ങൾ മുന്നോട്ടു നീങ്ങി. വാൻ ഹെൽസിംഗ് തുടർന്നു, 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ സെവാർഡിൻ്റെ വീട്ടിലേക്ക് വരൂ. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. തികച്ചും അപരിചിതരായ 2 പേരെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമുക്ക് ചെയ്തു തീർക്കാനുള്ള എല്ലാ ജോലിയെപ്പറ്റിയും അതിനുള്ള പദ്ധതിയെപ്പറ്റിയും അപ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യാം. സെവാർഡ്, താങ്കൾ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരൂ. എനിക്ക് വളരെയധികം കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്. താങ്കൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇന്ന് രാത്രി ഞാൻ ആംസ്റ്റർഡാമിലേക്ക് പോവുകയാണ്. നാളെ രാത്രി തിരിച്ചെത്തും. പിന്നീട് നമ്മുടെ ഭഗീരഥ പ്രയത്നം ആരംഭിക്കുകയായി. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് വളരെയധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ശപഥം ഒന്നുകൂടെ ആവർത്തിക്കണം. കാരണം നമ്മുടെ മുമ്പിലുള്ളത് തികച്ചും ഭീതിതമായൊരു ജോലിയാണ്. ഒരിക്കൽ കാൽ മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പിൻവലിയാൻ പാടില്ല. 17. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. ഞങ്ങൾ ഹോട്ടലിൽ തിരിച്ചെത്തിയപ്പോൾ വാൻ ഹെൽസിങ്ങിന് ഒരു കമ്പി വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അടുത്ത വണ്ടിക്ക് വരുന്നു. ജൊനാഥൻ വൈറ്റ് ബിയിലാണ്. കാര്യം സുപ്രധാനം. മീന. പ്രൊഫസർ ആഹ്ലാദ ചിത്തനായി. ഹോ, സ്ത്രീരത്നങ്ങളുടെ ശിരോലങ്കാരമായ മീനയാണ് വരുന്നത്. പക്ഷേ എനിക്കിവിടെ തങ്ങാൻ നിവൃത്തിയില്ല. ജോൺ, അവളെ താങ്കളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ. അവളെ സ്റ്റേഷനിൽ പോയി സ്വീകരിക്കണം. വിവരത്തിന് അവൾക്ക് കമ്പിയടിക്കൂ. കമ്പിയടിച്ച ശേഷം ഞങ്ങൾ ഓരോ ചായ കുടിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ജൊനാഥൻ്റെ ഡയറിയെപ്പറ്റി എന്നോട് പറഞ്ഞു. അതിൻ്റെ ടൈപ്പ് ചെയ്തെടുത്ത ഒരു കോപ്പിയും വൈറ്റ് ബിയിൽ വെച്ച് മീന എഴുതിയ ഡയറിയും എൻ്റെ കയ്യിൽ തന്നു. ഇതാ, ഇത് രണ്ടും നല്ലപോലെ ശ്രദ്ധിച്ചു വായിക്കൂ. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും താങ്കൾക്ക് വസ്തുതകളൊക്കെ സമഗ്രമായി മനസ്സിലായിട്ടുണ്ടാവും. പിന്നീട് നമുക്ക് അന്വേഷണം ആരംഭിക്കാം. വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കണം, കാരണം അവ അമൂല്യ നിധികളാണ്. ആ കടലാസുകളുടെ പൊതിയിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു. ഒരുപക്ഷെ ഇതിലെ ഓരോ വാക്കും ഈ ഭൂമിയിൽ ചരിക്കുന്ന രക്തരക്ഷസുകളുടെ മരണമണി മുഴക്കമായിരിക്കും. യാതൊരു മുൻവിധിയുമില്ലാതെ എല്ലാം ശ്രദ്ധാപൂർവം വായിക്കൂ. താങ്കൾക്ക് അതിനോട് എന്തെങ്കിലും ചേർക്കാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്തോളൂ. കാരണം എല്ലാം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. ഈ വിചിത്ര സംഭവങ്ങളെ പറ്റിയൊക്കെ താങ്കൾ കുറിപ്പുകൾ എഴുതി വെച്ചിട്ടുണ്ട്, ഇല്ലേ? കൊള്ളാം. അപ്പോൾ ഞാൻ തിരികെ വന്നിട്ട് നമ്മൾക്കിതൊക്കെ ചേർത്ത് വെച്ച് പഠനം നടത്താം. അധികം താമസിയാതെ അദ്ദേഹം സ്ഥലം വിട്ടു. ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. വണ്ടി വരുന്നതിന് 15 മിനിറ്റ് മുമ്പായി ഞാൻ അവിടെ എത്തി. പ്ലാറ്റ്ഫോറത്തിൽ തിരക്കൊഴിഞ്ഞു. എനിക്കാകെ അസ്വസ്ഥത തോന്നിത്തുടങ്ങി. എൻ്റെ അതിഥിയെ കണ്ടുകിട്ടിയില്ലെങ്കിലോ? അപ്പോൾ ശാലീന സുന്ദരിയായ ഒരു യുവതി വണ്ടിയിൽ നിന്നിറങ്ങി എൻ്റെ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഡോക്ടർ സെവാർഡ് അല്ലേ? നിങ്ങൾ മീന? ഞാൻ ഉടനെ പ്രതിവചിച്ചു. അവൾ എൻ്റെ നേരെ കൈനീട്ടി. ലൂസിയുടെ വിവരണത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അവൾ പെട്ടെന്ന് നിർത്തി. ആ മുഖത്ത് അരുണിമ പരന്നു. ഞാനും വല്ലാതെയായി. ഞാൻ അവളുടെ ലഗേജ് എടുത്തു. അതിൽ ഒരു ടൈപ്പ് റൈറ്റിംഗ് മെഷീനായിരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. കൃത്യസമയം കൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തിച്ചേർന്നു. എൻ്റെ വീട് ഒരു ഭ്രാന്താലയമാണെന്ന് അവൾക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നിട്ടും അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവൾ ഒന്ന് നടുങ്ങിപ്പോയി. തനിക്ക് വളരെയധികം സംസാരിക്കാനുണ്ടെന്നും അതിനാൽ വിരോധമില്ലെങ്കിൽ എൻ്റെ മുറിയിലേക്ക് വരാമെന്നും അവൾ പറഞ്ഞു. ഞാൻ ഈ ഡയറി കുറിപ്പുകൾ നിരത്തിവെച്ച് അവളെ കാത്തിരിക്കുകയാണ്. വാൻ ഹെൽസിംഗ് എന്നെ ഏൽപ്പിച്ച കടലാസുകൾ എൻ്റെ മുമ്പിൽ കിടക്കുന്നുണ്ട്. എങ്കിലും അതൊന്നും വായിക്കാൻ ഇട കിട്ടിയില്ല.
അവൾക്ക് രസകരമായ എന്തെങ്കിലും ജോലി ഏൽപ്പിച്ച് ഇത് വായിക്കാൻ ആരംഭിക്കണം. എന്തുതരം ജോലിയാണ് ഞങ്ങൾക്കിവിടെ ചെയ്തു തീർക്കാനിരിക്കുന്നത് എന്നോ സമയം എത്രത്തോളം വിലപ്പെട്ടതാണെന്നോ ഈ പെൺകിടാവിന് അറിഞ്ഞുകൂടാ. ഏതായാലും അവളെ പരിഭ്രമിപ്പിക്കാതിരിക്കണം. ഇതാ അവൾ എത്തിപ്പോയി. മീനയുടെ ഡയറി സെപ്റ്റംബർ 29. ഞാൻ ഡോക്ടർ സെവാർഡിൻ്റെ മുറിയിലേക്ക് ചെന്നു. വാതിൽക്കലെത്തിയപ്പോൾ ഞാൻ ഒരു നിമിഷം സംശയിച്ചു നിന്നു. അദ്ദേഹം ആരോടോ സംസാരിക്കുന്നുണ്ടെന്ന് തോന്നി. പക്ഷേ സമയം കളയാനില്ല. ഞാൻ വാതിലിൽ മുട്ടി. അദ്ദേഹം പറഞ്ഞു, വരൂ. ഞാൻ അകത്തേക്ക് ചെന്നു. ഞാൻ അതിശയിച്ചു പോയി. അവിടെ വേറെ ആരുമില്ലായിരുന്നു. അദ്ദേഹം തനിച്ചേയുള്ളൂ. ഞാൻ താമസിച്ചില്ലല്ലോ, ഞാൻ ചോദിച്ചു. പക്ഷേ ഞാൻ വാതിൽക്കൽ തെല്ലിട നിന്നു. അങ്ങ് ആരോട് സംസാരിക്കുകയാണെന്ന് തോന്നി. ഓ, അദ്ദേഹം ചിരിച്ചുകൊണ്ട് തുടർന്നു. ഞാൻ ഡയറി എഴുതുകയായിരുന്നു. ഡയറിയോ? ഞാൻ അതിശയത്തോട് ചോദിച്ചു. അതെ. ലൂസിയുടെ അന്ത്യവേളയിൽ അങ്ങാണ് അവളെ ശുശ്രൂഷിച്ചത്. അപ്പോൾ അവൾ എപ്രകാരമാണ് മരിച്ചത് എന്ന് അങ്ങ് ഡയറിയിൽ എഴുതി കാണുമല്ലോ. ലൂസി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു. അവളുടെ അന്ത്യനിമിഷങ്ങളെപ്പറ്റി എഴുതിയിട്ടുള്ളത് ഞാൻ നോക്കിക്കൊള്ളട്ടെ. അവളുടെ മരണത്തെപ്പറ്റിയോ? വേണ്ട, ഒരിക്കലും പാടില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ മറുപടി എന്നെ നടുക്കിക്കളഞ്ഞു. അവളുടെ അവസാന നിമിഷങ്ങളിൽ പരിചരിച്ചിരുന്ന ഡോക്ടറുടെ ഡയറിയും ആ ഭയങ്കര വസ്തുവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകാതിരിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ചോദ്യം ആവർത്തിച്ചു. ക്ഷമിക്കണം, എന്തുകൊണ്ടാണ് നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്? വേണ്ട വേണ്ട, ഒരിക്കലും പാടില്ല. ഈശ്വരനാണെ ആ ബീഭത്സമായ കഥ ഞാൻ ഒരിക്കലും നിങ്ങളെ അറിയിക്കുകയില്ല. അപ്പോൾ അത് ബീഭത്സമാണ്. എൻ്റെ ഊഹം ശരിയായി. തെല്ലുനേരം ഞാൻ ഇതികർത്തവ്യതാമൂടെയായിരുന്നു. അപ്പോൾ അങ്ങേക്കെന്നെ അറിഞ്ഞുകൂടാ, ഞാൻ പറഞ്ഞു. എന്നാൽ ആ കുറിപ്പുകൾ, എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും ഡയറികൾ വായിക്കൂ. അപ്പോൾ അങ്ങേക്കെന്നെ കൂടുതൽ മനസ്സിലാവും. ഞാൻ ഒരിക്കലും ആത്മാർത്ഥതയില്ലാതെ പെരുമാറിയിട്ടില്ല. പക്ഷേ അങ്ങെന്നെ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് എന്നെ വിശ്വസിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ നിവർത്തിയില്ല. ഓ, ലൂസി പറഞ്ഞത് ശരിയാണ്. ഡോക്ടർ സെവാർഡ് സംസ്കൃത ചിത്തൻ തന്നെ. അദ്ദേഹം എഴുന്നേറ്റുപോയി ഒരു തടിച്ച പുസ്തകം എടുത്തുകൊണ്ട് വന്നു. നിങ്ങൾ പറഞ്ഞത് തികച്ചും ശരിയാണ്. എനിക്ക് നിങ്ങളെ മുഴുവനും അറിയാമായിരുന്നില്ല. അതിനാൽ ഞാൻ നിങ്ങളെ വിശ്വസിച്ചതുമില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു. ഞാൻ പറയട്ടെ, നേരത്തെ മനസ്സിലാക്കാഞ്ഞത് എൻ്റെ തെറ്റാണ്. ലൂസി എന്നെപ്പറ്റി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളെപ്പറ്റി അവൾ എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഇതാ ഡയറി. അതിലെ ആദ്യ ഭാഗങ്ങൾ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത് വായിച്ചാൽ നിങ്ങൾക്ക് എന്നെ കൂടുതലായി മനസ്സിലാക്കാൻ കഴിയും. ആ ഭാഗം ഭീതിതമല്ല താനും. അപ്പോഴേക്കും ഭക്ഷണം തയ്യാറാവും. ഞാനും ഈ കുറിപ്പുകൾ കുറച്ച് വായിക്കട്ടെ. ഞാൻ ഡയറി കയ്യിലെടുത്തു. ഇതിൽ ഏതായാലും ആനന്ദകരമായ കുറേ ഭാഗം കാണും. ഡോക്ടറും ലൂസിയും തമ്മിലുണ്ടായിരുന്ന പ്രണയത്തിൻ്റെ ഒരു വശം എനിക്കറിയാം. ഞാനതിൻ്റെ മറുവശവും മനസ്സിലാക്കാൻ പോവുകയാണ്. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി സെപ്റ്റംബർ 29. സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ അത്രയും സ്വയം മറന്ന് ഈ ഡയറികളിൽ മുഴുകിപ്പോയി. മീന മുകളിൽ തന്നെയായിരുന്നു. പരിചാരിക വന്നു ഭക്ഷണം തയ്യാറായെന്നറിയിച്ചു. സമയമായില്ലെന്ന് പറഞ്ഞ് ഞാൻ അവളെ മടക്കി അയച്ച് പ്രവൃത്തി തുടർന്നു. മീനയുടെ കുറിപ്പുകൾ വായിച്ചു തീർന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അവൾ കടന്നു വന്നു. അവളുടെ കണ്ണുകൾ കരഞ്ഞു വീർത്തിരുന്നു. അതെന്നെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. ഈയിടെയായി എനിക്ക് കരയേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഹൃദയം തുറന്നൊന്ന് കരയാൻ എനിക്ക് സാധിക്കാറില്ല. കണ്ണുനീർത്തുള്ളികൾ ഉരുണ്ടുകൂടി നിൽക്കുന്ന ആ നീല നേത്രങ്ങൾ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം നൊന്തു. കഴിയുന്നത്ര മധുരമായ സ്വരത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തിയോ? ഓ ഇല്ല. പക്ഷേ അങ്ങയുടെ ദുഃഖഭാരമാണ് എന്നെ അധികം നോവിക്കുന്നത്. അങ്ങയുടെ നൊമ്പരപ്പെടുന്ന ഹൃദയം മുഴുവൻ തന്നെ ഈ വരികളിൽ വിതുമ്പി നിൽക്കുന്നത് ഞാൻ കാണുന്നു. തെല്ലു നേരത്തെ മൗനത്തിന് ശേഷം ഞാൻ പറഞ്ഞു, അതിങ്ങ് തന്നേക്കൂ. അതിനി മറ്റാരും കാണണ്ട. വേണം, അവർ കണ്ടേ കഴിയൂ. എന്തുകൊണ്ട്? കാരണം ഇതാ ഭയാനകമായ സംഭവങ്ങളുടെ ഒരു ഭാഗമാണ്. എൻ്റെ ലൂസിയുടെ മരണത്തിൻ്റെ ഒരു ഭാഗമാണ്. അവളെ മരണത്തിലേക്ക് നയിച്ച ദുരന്തത്തിൻ്റെ ഒരു അംശമാണ്. ഈ ഭൂമുഖത്തു നിന്നും എന്നേക്കുമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെടാനിരിക്കുന്ന ആ നിഷ്ഠൂരനായ രാക്ഷസനെ തുലയ്ക്കാൻ സഹായിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കണം. ഈ കുഴപ്പത്തിൻ്റെ ഇരുളടഞ്ഞ വശങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒട്ടനവധി കാര്യങ്ങൾ അങ്ങയുടെ ഡയറിയിലുണ്ട്. ഒരുപക്ഷെ അങ്ങ് തന്നെ അവയുടെ മുഴുവൻ പ്രാധാന്യവും മനസ്സിലാക്കി കാണില്ല. പ്രൊഫസർ വാൻ ഹെൽസിങ്ങുമായി കണ്ടതിന് ശേഷം ഞാനും ജൊനാഥനും ഇതിനുവേണ്ടി അവിശ്രമം പരിശ്രമിക്കുകയായിരുന്നു.
ചില വിവരങ്ങൾ അറിയാനായി ജൊനാഥൻ വൈറ്റ് ബീയിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം നമ്മെ സഹായിക്കാനായി നാളെ ഇവിടെ എത്തുകയും ചെയ്യും. നമ്മുടെ ഇടയിൽ യാതൊരു രഹസ്യത്തിൻ്റെയും ആവശ്യമില്ല. പരിപൂർണ വിശ്വാസത്തോടെ ഒരുമിച്ച് നിന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ നാം തീർച്ചയായും കൂടുതൽ ശക്തിയുള്ളവരായിരിക്കും. അവളുടെ വാക്കുകളിൽ അതിയായ ആത്മവിശ്വാസവും ധീരതയും അലയടിച്ചിരുന്നു. ഞാൻ ഉടൻ തന്നെ അവളുടെ അഭിപ്രായത്തോട് യോജിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം ചെയ്യാം. ഞാൻ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ ഈശ്വരൻ എന്നോട് ക്ഷമിക്കട്ടെ. അതിഭയങ്കരമായ കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കാനിരിക്കുന്നതേയുള്ളൂ. പക്ഷേ ലൂസിയുടെ ദുരന്തത്തിൻ്റെ കാരണങ്ങളെപ്പറ്റി നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയിരിക്കുന്നുവെങ്കിൽ അതിനെപ്പറ്റി മുഴുവൻ അറിയാതെ നിങ്ങൾ തൃപ്തിപ്പെടുകയില്ലെന്ന് എനിക്കറിയാം. അല്ല, അതിൻ്റെ അന്ത്യം ഒരുപക്ഷെ നിങ്ങളെ അല്പം ആശ്വസിപ്പിക്കുകയും ചെയ്തേക്കും. വരൂ, ഭക്ഷണം തയ്യാറായിരിക്കുന്നു. അത് കഴിച്ച ശേഷം ബാക്കി ഭാഗം കൂടെ മനസ്സിലാക്കാം. വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്തോളൂ.